السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا حول ولا قوة إلا بالله والصلاة والسلام على من أرسله الله وعلى آله وصحبه الفائزين. കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ശഅബാന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശഅബാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ഭാഗ്യം നിറഞ്ഞതുമായ പുണ്യരാവാണ് ബറാഅത്ത് രാവ്. അഥവാ കേരളത്തിൽ മാസം ഉറപ്പിച്ചതനുസരിച്ച് ഈ വരുന്ന തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി ബറാഅത്ത് രാവ്, ചൊവ്വാഴ്ച പകൽ ബറാഅത്ത് ദിനം. ഭാഗ്യവശാൽ ചെറുപ്പം മുതലേ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ പഴയ തലമുറകളിലായി വിശുദ്ധ ബറാഅത്ത് രാവിനെ വളരെ പ്രാധാന്യത്തോടെ കാണുകയും അത്തരത്തിലുള്ള രാവ് ബഹുമതിയോടെ ആ രാവിൽ നമുക്ക് കഴിയാവുന്ന സുഹൃത്തുക്കൾ കൊണ്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം പണ്ട് മുതലേ നമ്മുടെ നാടുകളിൽ വന്നിരുന്ന വളരെ പ്രധാനത്തോടെ നമ്മൾ കാണുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിന്റെ താളുകൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനമായി ചില ഹദീസുകളിൽ കാണാം, ബറാഅത്ത് രാവ്, ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഒഴിവാക്കുക. പല വ്യാഖ്യാനങ്ങളുണ്ട്. തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഒഴിവാക്കുക. ലൈലത്തുൽ ബറക, നിങ്ങൾ കേട്ട ജുമയുടെ ഖുത്ബയുടെ അവസാനത്തിൽ സൂറത്തുൽ ദുഖാനിലൂടെ അല്ലാഹു പറഞ്ഞ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാവ് എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15-ാം രാവാണ്. ഈ രാവ് വളരെ പ്രാധാന്യത്തോടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ശഅബാൻ 15-ന്റെ രാവ് വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, സുഹൃത്തുക്കൾ കൊണ്ട് ആ രാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തു. ഒരിക്കൽ മഹദിയായ ആയിഷത്തു സുഹറ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഖുതുബയിൽ നിങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാവിൽ ദീർഘനേരം സുജൂദിലായിരുന്നു. ഒരുപാട് നേരം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ആയിഷ ബീവി പേടിച്ചുപോയി. അന്നഹു ഖദ് ഖുബിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി മരണപ്പെട്ടു പോയോ എന്ന് ആശങ്കപ്പെട്ടു. ആയിഷ ബീവി തന്റെ തള്ളവിരൽ റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ തള്ളവിരലേക്കൊന്ന് തട്ടി നോക്കി. അപ്പോൾ റസൂലുള്ളാഹി അനങ്ങുന്നുണ്ട്, മരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ചുരുക്കത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി ചോദിച്ചു, എന്താ ആയിഷ? അപ്പൊ പറഞ്ഞു, എന്താ നിനക്ക് വല്ല ഭയമുണ്ടായോ? അപ്പൊ പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി, അങ്ങയുടെ സുജൂദ് നീണ്ട കാരണം അത് കുബിൽത, അങ്ങ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയോ എന്ന് പേടിച്ചു പോയി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആശങ്കക്ക് മറുപടിയായി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ഈ രാവ് നിനക്കേതെന്നറിയോ? അപ്പൊ പറഞ്ഞു, അല്ലാഹു റസൂൽ അഅലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ ദീർഘനേരം പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യാൻ കാരണം ഇത് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ വാനലോകത്ത് നിന്ന് തുറക്കപ്പെടുന്ന ലൈലത്തുൽ ബറായ, ശഅബാൻ 15-ന്റെ രാവാണ്. ഈ രാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹം മഗ്ഫിറത്തും ധാരാളം തന്റെ അടിമകൾക്ക് നൽകുന്ന രാവാണ്. എന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഷ്കളങ്കമായ അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ല, അലാ മിൻ മുസ്തർസിഖിൻ ഫഅർസുക, അലാ മിൻ മുബ്തലൻ ഫഅഫിയ. അല്ലാഹു ചോദിക്കുമത്രേ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ആരാണ് എന്നോട് പാപമോചനം നടത്തുന്നത്, അവനിക്ക് ഞാൻ മാപ്പ് നൽകാം. ആരാണ് അവന്റെ ഉപജീവന മാർഗം നൽകുന്നത്, അവനിക്ക് ഞാൻ ഭക്ഷണം നൽകാം. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ
ആരാണ് എന്നോട് ചോദിക്കുന്നത്? അവനെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് അള്ളാഹു ചോദിക്കുന്ന അനുഗ്രഹത്തിന്റെ രാവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി വളരെ പ്രാധാന്യത്തോടെ മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി ഫജാഅ ഇലൈയ റസൂലുള്ളാഹ്, ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം ഊഴമുണ്ട്. 9 ഭാര്യ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ ഓരോ ദിവസത്തിൽ ഓരോ വീട്ടിലാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ റസൂലുള്ള വന്ന ദിനം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഉറക്കമധ്യേ റസൂലുള്ള എഴുന്നേറ്റ് പോയി. ഫഖദ് ഖിഫ്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖദ് ഫഖത്തു, ഞാൻ വല്ലാത്ത നഷ്ടപ്പെട്ടു, റസൂലുള്ളാഹിനെ കാണാനില്ല. തൊട്ടടുത്ത് കിടക്കുന്ന തന്റെ മെത്തയിൽ കിടന്ന പുണ്യനബിയെ രാത്രിയുടെ യാമാങ്ങളിൽ എടുത്തു നോക്കുമ്പോ പകുതിയാകുമ്പോ കാണാനില്ല. ഞാൻ പേടിച്ചുപോയി. സാധാരണ മറ്റു ഭാര്യമാർക്ക് അടിയിലേക്ക് രാത്രി എന്റെ അടുക്കൽ നിന്ന് ഈ പാതിരാത്രി റസൂലുള്ള പോയോ എന്ന് പോലും ഞാൻ പേടിച്ചു. അങ്ങനെ ഞാൻ 14 ആ പ്രഭ ചൊരിയുന്ന രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജന്നത്തുൽ ബഖീയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങുയർത്തി നബി തങ്ങൾ സ്മരിഞ്ഞു പോയ സ്വഹാബ കിറാമിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആ നിലാവിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹിന്റെ പിന്നാലെ പോയി. റസൂലുള്ള ചോദിച്ചു, ആയിഷ നീ പേടിച്ചു പോയോ? ആയിഷ പറഞ്ഞു, അതേ നബിയെ, നിങ്ങൾ എന്നെ പേടിപ്പെടുത്തി. അങ്ങാലും മറ്റു ഭാര്യമാരുടെ അരികിലേക്ക് പോയി എന്ന് പോലും ഞാൻ തെറ്റിദ്ധരിച്ചു. കാരണം എന്നോട് പറയാതെ പെട്ടെന്ന് രാത്രി എന്റെ കിടപ്പറയിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ ഭയപ്പെട്ടു പോയി, ഏതെങ്കിലും ഭാര്യ അരികിൽ പോയോ? അപ്പൊ പുണ്യനബി മുഹമ്മദ് മുസ്തഫ ആയിഷ ഈ രാവ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന, ധാരാളം മഗ്ഫിറത്ത് ലഭിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ട രാവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ദുആ ചെയ്യാൻ, പ്രാർത്ഥന നടത്താൻ വന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദീർഘിപ്പിക്കുന്നില്ല. ആ മഹത്തായ രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാവാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ താമസിക്കുന്ന വിശ്വാസികൾ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരകടത്തി പ്രാർത്ഥിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലൈലത്തുൽ ബറാഅയിൽ, ലൈലത്തുൽ മുബാറകയിൽ, ശഅബാൻ 15 രാവിൽ അല്ലാഹുവിനോട് മാപ്പ് നൽകുന്ന എല്ലാവർക്കും അല്ലാഹു മാപ്പ് നൽകും. അവിടെ 2 പേരെ റസൂലുള്ളാഹി ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് മുശ്രിക്കാണ്, ബഹുദൈവ വിശ്വാസിയാണ്. അത് നമ്മൾ ഒരിക്കലും പെടില്ല. പക്ഷേ അതിനോട് പുണ്യനബി ചേർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഔ മുശായിർ. ഇവിടെയാണ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ശഅബാനിന്റെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഖുത്ബ കേട്ട് ബറാഅത്ത് രാവിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു വിഭാഗത്തിന്റെ പേര് മുശായിർ എന്ന് വെച്ചാൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. നിസ്സാരമായി ജ്യേഷ്ഠനുജനോട്, അയൽവാസികളോട്, കുടുംബത്തോട് ഏതെങ്കിലും പേരിൽ വല്ല നിലക്കും വളരെ ഗൗരവത്തോടെ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, പൊട്ടുന്ന ഹൃദയത്തോടെ, ഒലിക്കുന്ന കണ്ണീരോടെ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏതൊരു വിശ്വാസിക്കും പടച്ച തമ്പുരാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോ പരസ്പരം പിണങ്ങി നിൽക്കുന്ന കുശുമ്പും വിദ്വേഷവും വൈരാഗ്യവും പുലർത്തി നിൽക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കില്ലെന്ന് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പിണക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, വിദ്വേഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, അസ്വാരസ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പരസ്പരം സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, വിട്ടുവീഴ്ചയോടെ പടച്ച തമ്പുരാന്റെ റബ്ബാറിലേക്ക് കരമുയർത്തണം. അല്ലാഹുവിന്റെ റഹ്മത്ത് ആകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, വിട്ടുവീഴ്ച മനസ്സോടെ, പിണക്കമില്ലാത്ത നല്ല രീതിയിൽ എന്തെങ്കിലും ബൈ ചാൻസിൽ പിഴവ് വന്നെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം. ഈ ബറാഅത്തിന്റെ രാവിൽ ചരിത്രത്തിൽ കാണാം, കൽബ് ഗോത്രത്തിന്റെ ആടുകളെ രോമനമനുസരിച്ച് വിശ്വാസികൾ, ധാരാളം ആടുകളുള്ള ഒരു വിഭാഗമാണ് കൽബ് ഗോത്രം. അവരുടെ ആടിന്റെ രോമത്തിനനുസരിച്ച് വിശ്വാസികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമ്പോ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്ക് അല്ലാഹു മാപ്പ് നൽകില്ല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്ക് അല്ലാഹു മാപ്പ് നൽകില്ല. അതുകൊണ്ട് ഈ രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച രാവിൽ എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി, കാരണം അത്രയും പ്രാധാന്യത്തോടെ റബ്ബ് ചോദിക്കുകയാണ്, ആരാണെന്നോട് കുറ്റബോധത്തോടെ പാപമോചനം നടത്തുന്നത്, ഞാൻ അവർക്ക് പാപമോചനം നൽകാം.
ആരാണ് എന്നോട് ഭക്ഷണം ചോദിക്കുന്നത്, ഉപജീവനമാർഗം തേടുന്നത്, അവന്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം തേടുന്നത്, അവർക്ക് ഞാൻ നൽകാം എന്ന റബ്ബ് ഓഫർ നൽകുന്ന രാവാണ് രാവ്. അതുകൊണ്ട് ഓർക്കണം നമ്മള്, ശ്രദ്ധിക്കണം നമ്മള്, ഉപയോഗപ്പെടുത്തണം നമ്മള്. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നന്മകൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിലൊരേ ഒരു ഡിമാൻഡ്, നമ്മുടെ മനസ്സിൽ ഒരാളോടും ഒരു അസൂയ വേണ്ട, ഒരാളോടും ഒരു വിദ്വേഷം വേണ്ട, ഒരാളോടും ഒരു വെറുപ്പില്ലാതെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ബറാഅത്തിന്റെ നാവ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. യുക്തപൂർണമായ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഒരു വർഷത്തെ കാര്യങ്ങൾ, ബജറ്റ് അവതരണ ദിവസമാണ്. അടുത്ത വർഷം വേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലൈലത്തുൽ ബറാഅ, ശഅബാൻ 15ന്റെ രാവ് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.